വന്യമൃഗ മനുഷ്യ സംഘർഷങ്ങൾ കുറയണമെങ്കിൽ വനത്തിലെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടണം. കേരള സർക്കാരും വനം വകുപ്പും വിവിധ NGOകളുടെ സഹകരണത്തോടെ കാടിനെ സംരക്ഷിക്കാനും വന്യമൃഗങ്ങൾക്കാവശ്യമായ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാനും നടത്തുന്ന നിരവധി ഇടപെടലുകൾ കാണാം. സീറോ ബഡ്ജറ്റിൽ കാടിനുള്ളിൽ ചെയ്ത് വിജയിപ്പിച്ച ഹരിത പദ്ധതി. എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ വനം നശിപ്പിക്കുന്ന, നമ്മുടെ കാടിനെ ഇല്ലാതാക്കുന്ന, നമ്മളെ മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണക്കാരായിട്ടുള്ള ചെടികളാണ്. നിലമ്പൂർ സൗത്ത് വനം വകുപ്പും കരുളായി റേഞ്ച് ഓഫീസും അതുപോലെ റീക്യാപ്ചർ എർത്തും ഒരുമിച്ചിട്ടാണ് നമ്മൾ ഈ ഇൻവേസീവ് പ്ലാന്റ്സ് റിമൂവ് ചെയ്യുന്ന പ്രൊജക്റ്റ് ചെയ്യുന്നത്. നമ്മൾ 2023 ഇവിടെ വരുന്ന സമയത്തെ ഈ സ്ഥലം മൊത്തമായിട്ട് കാട് മൂടപ്പെട്ട് കിടക്കുമായിരുന്നു അല്ലേ? ഏറ്റവും കൂടുതൽ ആത്മീയസസ്യങ്ങൾ മൊത്തത്തിൽ വളർന്ന് നടക്കാൻ പോലും സാധിക്കാനില്ല അവർക്ക്. കാരണം ആനക്ക് പോലും നടക്കാൻ പറ്റാത്ത മുള്ളുകളൊക്കെ ആയിരുന്നു ഇവിടെ. ഒരു മൃഗങ്ങളും വരുന്നില്ല എന്നുള്ള രൂപത്തിലായിരുന്നു അല്ലേ? അതെ അതെ. പിന്നീട് ഇപ്പോൾ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കഴിഞ്ഞ 3 വർഷത്തെ പ്രയത്നമാണ്. ശരി. നമ്മൾ അവർക്ക് കുടിവെള്ളം കൂടി ചെയ്തു കൊടുത്ത സമയത്ത് നമ്മുടെ ബ്രഷ് വുഡ് പദ്ധതി ഇല്ലേ? അതെ, നമ്മൾ ചെയ്തതിന് ശേഷം ക്യാമറ ട്രാപ്പ് വെച്ചപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് വളരെ കൂടുതൽ കിട്ടിയെന്നുള്ളതാണ്. ശരിക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഇപ്പോൾ ഇവിടെ ഈ പുൽപ്രദേശത്തിൻ്റെ പ്രസൻസിൽ ഇത്ര ആനയുടെ ചവിട്ടാണ് ഈ കാണുന്നത് മുഴുവൻ. നമ്മുടെ ബ്രഷ് വുഡ് ചെക്ക് ഡാമെന്നേ ആന വെള്ളം കുടിച്ച് കയറി വന്ന ആനയുടെ ഫുട് പ്രിൻറ്റുകളാണ്. എന്നിട്ട് നമ്മളെ വയലിലേക്കാണ് വന്നിട്ടുള്ളത്. ഈ ആനയുടെ ഫുട് പ്രിൻറ്റുകൾക്കൊക്കെ പ്രത്യേകത ഉണ്ട്. ആന ഇങ്ങനെ ചവിട്ടി നടക്കുന്ന സമയത്ത് ചെറിയ പോണ്ടുകളാവും. ഈ പോണ്ടുകൾ എന്ന് പറയുന്നത് ആനയുടെ ഓരോ കാൽപ്പാടുകൾ പതിയുന്ന സ്ഥലത്തും എന്തുണ്ടാവും? പൈലിങ് പോലെയായിരിക്കും ആ സ്ഥലത്തുണ്ടായിരിക്കുക. നല്ല ഉറച്ച മണ്ണായിട്ട് അത് മാറും. ഈ സ്ഥലത്തൊക്കെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അതിൽ വെള്ളം നിൽക്കും. വെള്ളം നിൽക്കുന്ന സമയത്ത് പുള്ളിമാനുകൾ വരും, കടുവ വരും, പുലി വരും, കാട്ടി വരും. ഇങ്ങനെ കുറേ ജീവജാലങ്ങൾ വരും. ഈ ജീവജാലങ്ങൾക്കൊക്കെ കുടിക്കാനുള്ള കുടിവെള്ളം ഇത്തരം പോണ്ടുകളിൽ നിന്ന് ലഭിക്കുമെന്നുള്ള. നമ്മൾ ഈ വയലുകളിൽ ആയിരക്കണക്കിന് ഇതുപോലെയുള്ള പോണ്ടുകളുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ ആന എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ശരിക്കും മനുഷ്യ വന്യജീവി സംഘർഷം വളരെയധികം രൂക്ഷമായ സമയമുള്ളൂ അപ്പം ഈ ഫോറസ്റ്റ് നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വനംവകുപ്പ് ഒരുപാട് മിഷൻസ് ചെയ്തിട്ട്, ഈ മിഷൻസിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഫുഡ്, വാട്ടർ. അതായത് വന്യമൃഗങ്ങൾക്ക് നാട്ടിൽ വരാത്ത വിധത്തിൽ കാട്ടിനകത്ത് തന്നെ ഫുഡ് അതുപോലെ വെള്ളമൊക്കെ ലഭ്യമാക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സീഡ് ബോളുകൾ, അത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തതെന്ന് വെച്ചാൽ മുളയാണ്. കാരണം ഏറ്റവും കൂടുതൽ മുളയാണ് ആനൊക്കെ കഴിക്കുന്നത് നമുക്കറിയാലോ. അപ്പോൾ അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ട് അത് ഒരുപാട് നമ്മൾ ശേഖരിച്ച് പല സ്കൂളിലേക്കും കൊടുത്തു. അപ്പോൾ UP LP ഉള്ള പിള്ളേർ വരെ 1000-2000 ബോളുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നു. എന്നിട്ട് ഈ ബോളുകൾ അവരുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ, പല മേഖലയിലെ വിദ്യാർത്ഥികൾ, NGOs ഇവരെല്ലാം ഇതിൽ സജീവമായി പങ്കെടുത്ത് ഈ കാട്ടിൽ കൊണ്ടുപോയി നമ്മൾ അത് വിതരണം ചെയ്തു. അപ്പോൾ അത് ഏകദേശമൊക്കെ വളർന്നു വരുന്ന അവസ്ഥയിലുള്ളത്. അതിനുശേഷം നമ്മൾ ഇവിടെ ബ്രഷ് വുഡ് ചെക്ക് ഡാമുകൾ കെട്ടി. ഇതുകൂടാതെ ബണ്ടുകൾ കെട്ടിയിട്ടുണ്ട്. അതായത് ചെറിയ സ്ട്രീമിന് നേരെ ഈ നമ്മൾ ചണച്ചാക്കാണ് ഉപയോഗിച്ചത്. പ്ലാസ്റ്റിക്കിന് ചണച്ചാക്ക് ഉപയോഗിച്ചിട്ട് അത് നമ്മൾ മാക്സിമം അതിൻ്റെ ഇടയിൽ മണലൊക്കെ നിറച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആനകളൊക്കെ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് നമ്മൾ ക്യാമറ ട്രാപ്പ് വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ എല്ലായിടത്തേക്കും നമുക്ക് ഇത് വ്യാപിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പരിധിവരെ തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വയൽ. നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ മിക്കവാറും ഇവിടെ ആനക്കൂട്ടത്തെ കാണാറുണ്ട്. ഇതൊരു ടൂറിസം സോണാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വൈൽഡ് ലൈഫിൻ്റെ പ്രസൻസ് ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. തൊട്ട് റോഡിലൂടെ പോകുമ്പോൾ ഇവിടെ മിക്കവാറും ആന പെയ്യുന്നുണ്ടാവും. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളും വന്യജീവികളുടെ സംഘർഷം കുറയ്ക്കുന്നതിന് ഫലപ്രദമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് ഫീൽഡ് ലെവൽ ഇംപ്ലിമെൻറ്റേഷനാണ് അതിൽ ഏറ്റവും കൂടുതൽ. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തത് മൃഗങ്ങൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിൽ ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുവാനുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചെയ്തത് എന്ന് പറയുന്നത് കാട്ടിൽ അവർക്ക് വേണ്ട കുടിവെള്ളം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്തത്. കൂടാതെ അധിനിവേശ സസ്യ നിർമ്മാർജ്ജനം, വിദേശി ഇനം കളകളെ, പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന പൂച്ചെടി, കമ്മ്യൂണിസ്റ്റ് പച്ച ഇങ്ങനെയുള്ള അധിനിവേശ സസ്യങ്ങൾ കയറി ഇതിനുള്ള സ്വാഭാവികം നിന്നുള്ള പുൽച്ചെടികൾ വളരാതിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ വിവിധ സംഘടനകളുടെ സഹായത്തോടുകൂടി ഏകദേശം 50 ഹെക്ടറിൽ കൂടുതൽ സ്ഥലത്ത് നമുക്ക് ഇങ്ങനെയുള്ള അധിനിവേശ സസ്യങ്ങൾ നീക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുകയും പ്രകൃതിദത്തമായ എക്കോ സിസ്റ്റത്തെ സൂക്ഷ്മതലത്തിൽ തന്നെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ്
കാലാകാലങ്ങളിലായി വനം വകുപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പ്രതിഫലിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എന്നതിൻ്റെ ലക്ഷണങ്ങളിൽ ആദ്യത്തെ ഉദാഹരണമാണ് നിലമ്പൂരിലെ കരുളായി മേഖലയിലെ വനമേഖലയിൽ നമ്മൾ കണ്ടത്. നല്ല എടുത്തു കാണിക്കത്തക്ക പറയാവുന്ന അഭിനന്ദനാർഹമായ ഒരു ശ്രമമാണ് കരുളായി മേഖലയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും പൊതുപ്രവർത്തകരും സാമൂഹിക സംഘടനകളും ഈ മാതൃക വികസിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് ജനങ്ങൾ സഹകരിക്കുന്നിടത്ത് നല്ല നിലയിൽ കാര്യങ്ങൾ നടന്നു പോകുന്നു. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥന്മാരുടെയോ ഗവൺമെൻറ്റിൻ്റെയോ ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെയോ ഒരു കടമയായി കാണാതെ സമൂഹത്തിൻ്റെ ആകെ കടമയാണ്. ഈ വിഷയം പ്രത്യേകമായി ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ റിപ്പോർട്ടർ ചാനൽ നടത്തിയ ശ്രമത്തെ ശ്ലാഘനീയമാണ്. നെഗറ്റീവിൻ്റെ കൂടെ വിമർശനം മാത്രമല്ല, നല്ല കാര്യങ്ങളും അതേ പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിക്കുന്ന ഒരു ഷിഫ്റ്റിലേക്ക് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടതിൻ്റെ ഒരു സൂചനയാണ് റിപ്പോർട്ടർ ചാനൽ മുമ്പോട്ട് വന്നത്. അവരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു.